ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗോകുൽ. ഇന്ന് യൂട്യൂബേഴ്സ് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അരികിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിട്ട് നേരെ അങ്ങ് പോകാം. നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തംബ്നെയിൽ ഉണ്ടാക്കാൻ ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൻ്റെ പേര് പിക്സൽ ആപ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് ആപ്പിലോട്ടൊന്ന് എൻ്റർ ആയി നോക്കാം. നമ്മൾ ആപ്പിൽ എൻ്റർ ആകുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വന്നിട്ട് കസ്റ്റം ലെയറാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ 3 ഡോട്ടിൽ പ്രസ് ചെയ്ത ശേഷം ഇമേജ് സൈസിലൊന്ന് പ്രസ് ചെയ്യാം. ശേഷം നമുക്ക് ആ കസ്റ്റം എന്നവിടെ പ്രസ് ചെയ്ത് യൂട്യൂബ് തംബ്നെയിൽ എന്നത് കൊടുക്കാം. ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന് അനുസരിച്ചുള്ള റേഷ്യോയിലുള്ള ലെയർ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം നമുക്ക് നമ്മുടെ ഓരോ ലെയറായിട്ടൊന്ന് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് മുകളിലത്തെ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ലെയർ നമുക്കൊന്ന് ആഡ് ചെയ്യാം. നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ലെയർ തന്നെ ആഡ് ചെയ്യുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു വൈറ്റ് ലെയറാണ് ആഡ് ചെയ്യുന്നത്, കാരണം വൈറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളർ മാറ്റി ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതൊന്ന് ഫുൾ സ്ക്രീനിൽ വയ്ക്കാം. ശേഷം നമുക്ക് മുകളിലത്തെ ആ ലെയറിൻ്റെ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഈ ലെയർ ഒന്ന് ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇനി പുതിയ ലെയർ ഇതിൻ്റെ പുറത്ത് ആഡ് ചെയ്യുമ്പോൾ ഈ ലെയർ ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോയുടെ തംബ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത ശേഷം നമുക്ക് അതെല്ലാം ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ശേഷം നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ തംബ്നെയിൽ എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം തംബ്നെയിൽ ഒന്ന് എൻ്റർ ചെയ്ത് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. കാരണം ഞാൻ യൂട്യൂബ് എന്ന വേർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ തന്നെ ലോഗോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ആഡ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇപ്പോൾ തംബ്നെയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്ത ശേഷം നമുക്ക് കളർ ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നല്ലൊരു കളർ കൊടുക്കാം. ശരി, നമുക്ക് ഈ കളർ കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടെ ചേരും. ശേഷം നമുക്ക് സ്ട്രോക്ക് ഒന്ന് കൊടുക്കാം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഔട്ട്ലൈനാണ്. അപ്പോൾ നമ്മുടെ ഇമേജിന് നല്ല കളർ കിട്ടും. ഞാനൊരു ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. നമുക്ക് ഒരു സ്ട്രോക്ക് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് സ്ട്രോക്ക് കൊടുത്തു. ശേഷം നമുക്ക് നമ്മുടെ ഇമേജിന് ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയ ശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആഡ് ചെയ്യാം. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഇത് ഇനി ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഒന്ന് കർവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യിപ്പിച്ച ശേഷം നമുക്കൊന്ന് റൊട്ടേറ്റും കൂടെ ചെയ്യിപ്പിക്കാം. റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഫണ്ണി രൂപത്തിൽ അല്ലെങ്കിൽ അട്രാക്റ്റീവ് രൂപത്തിൽ നമുക്കൊന്ന് ചെയ്യാം. എന്നിട്ട് ഞാൻ അതുപോലെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത വേർഡ് ആഡ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് ലോക്ക് ചെയ്യേണ്ടതായി വരും, കാരണം നമ്മൾ അടുത്ത വേർഡ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും ആ ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ലെയർ തന്നെ ഒന്ന് ക്ലിക്കായി പോകും, അല്ലെങ്കിൽ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ ആഡ് ചെയ്യാം. അടുത്ത ഞാൻ എങ്ങനെ എന്നാണ് ടൈപ്പ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ എങ്ങനെയെന്ന് ടൈപ്പ് ചെയ്യാൻ നമ്മൾ മലയാളം കീബോർഡ് ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഇന്ത്യ കീബോർഡ് എന്ന് പറയുന്ന ഒരു കീബോർഡാണ് ഉപയോഗിക്കുന്നത്. ആ കീബോർഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ കീബോർഡ് വഴി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൺവേർട്ടായി മലയാളം ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കളറും സ്ട്രോക്കും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. കളറും സ്ട്രോക്കും എല്ലാം ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ട രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനപ്പോൾ സ്ട്രോക്കെല്ലാം ആഡ് ചെയ്ത് ഒരു സൈസൊക്കെ കൂട്ടി ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ആ ലെയർ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന ലെയർ,
ആ ലെയറിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ വൈറ്റ് കളർ ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു യെല്ലോയിഷ് കളർ കൊടുത്തിരിക്കുന്നു. അടുത്ത ഫോൺ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ വരുന്നതായിരിക്കും. നമുക്കത് ഫോണൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണിൽ ഒന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് അതിന് കളറും സ്ട്രോക്കും എല്ലാം കൊടുക്കാം. ആ ഫോണിൽ എന്ന് പറയുന്നത് സെറ്റായി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത് നിർമ്മിക്കാമെന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്ട്രോക്കും കളറും കർവും എല്ലാം കൊടുത്ത് നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച യൂട്യൂബിൻ്റെ ഐക്കൺ നമുക്ക് ഒന്ന് നമ്മുടെ ഇമേജിലോട്ട് കൊണ്ടുവരാം. അതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടതായി വരും. നമുക്ക് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. യൂട്യൂബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെയേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ക്രിയേറ്റീവ് ആവാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയി ഒന്ന് ലെയേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളിതാ യൂട്യൂബിന് വേണ്ടിയുള്ള തംബ്നെയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ മുകളിലത്തെ ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം സേവ് ടു ഗാലറി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ നേരിട്ട് ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും.